അപ്പം നമുക്ക് ഇന്നൊരു ഉണക്കമീൻ കറി ആയാലോ? അതേ ഉണക്കമീൻ വെള്ളത്തിലിട്ടിട്ടുണ്ടേ, ഉപ്പൊക്കെ ഒന്ന് പോട്ടെ. അപ്പം പച്ചമാങ്ങയും മുരിങ്ങയ്ക്കയൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ഉണക്കമീൻ കറി വെച്ച് നോക്കാം. അപ്പോൾ മുരിങ്ങയ്ക്കായി മാങ്ങയും റെഡി. പിന്നെ മാങ്ങയൊക്കെ ഒന്ന് ചെത്തി മുരിങ്ങയ്ക്കയൊക്കെ ഒന്ന് കഴുകി തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങ അരച്ചിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ ഉണക്കമീനൊക്കെ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ചേർക്കാനുള്ള മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മുരിങ്ങയ്ക്കായ, കറിവേപ്പില, പച്ചമുളക്, പിന്നെ ശകലം കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇത്ര മതി കേട്ടോ. ഇത്രയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ തേങ്ങ അരയ്ക്കാൻ പോവാണ്. തേങ്ങയും കൂടെ അരച്ചെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് കറി വയ്ക്കാം. പിന്നെ ഇഞ്ചി അടിയേണ്ട കാര്യമില്ലല്ലോ, മാങ്ങ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് ഇതൊന്ന് കറി വെച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങയും അരച്ച് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. തേങ്ങ അരച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടി വെച്ച് കൊടുത്തു, എണ്ണ ഒഴിച്ചു. ചൂടായപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒന്ന് ചെറുതായിട്ട് മൂക്കട്ടെ. മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് ശകലം മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി, ഇത്തിരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചാൽ ഇച്ചിരി എരിവില്ലെങ്കിലേ, എരിവ് വേണ്ടേ കഴിക്കാനായിട്ട്. തേങ്ങ അരച്ചാൽ ഞാൻ ഇച്ചിരി മുളകും മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കും. അങ്ങനെ നമ്മുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് തേങ്ങ അരച്ച് വെച്ചേക്കുന്നതും കൂടെ ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചിട്ട് മാങ്ങായും മുരിങ്ങയ്ക്കായും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. സോറി, ഞാനൊരു സാധനം ഇടാൻ മറന്നുപോയി ഫ്രണ്ട്സ്. പച്ചമുളക് ഇട്ടില്ലായിരുന്നു. സാരമില്ല, ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഉള്ളി ഇട്ടപ്പോൾ ഇട്ട് കൊടുക്കണ്ടായിരുന്നു. പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പിൻ്റെ കൂടെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ പറക്കി ഇട്ട് കൊടുത്ത് മീനും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ തേങ്ങയൊക്കെ അരപ്പൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്തു, മുരിങ്ങയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഇട്ട് കൊടുത്തു. അപ്പോൾ കഷ്ണം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കാം. ഇനി മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുക്കുവാണേ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉണക്കമീനായതുകൊണ്ട് ഉപ്പിട്ടിട്ടില്ല. പിന്നെ ഒന്ന് വേവാറാവുമ്പോൾ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ നമുക്ക് ശകലം ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെക്കട്ടെ. ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ഉണക്കമീൻ കറി തയ്യാർ. നോക്കിയിരിക്കാൻ നല്ല കുറുകി പറ്റി നല്ലതായിട്ട് ഇരിപ്പുണ്ട്. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കരിവേപ്പില ഇട്ട് കൊടുത്തു. പറ്റി വന്നപ്പോൾ ഇതിനകത്ത് മാങ്ങ മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ച മീൻകറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.